വാർത്തയിലേക്ക് കൂടി കടക്കുകയാണ്. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് വീണ്ടും റീൽസ് ചിത്രീകരണം. 2 ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾക്കെതിരെ ഗുരുവായൂർ ദേവസ്വം പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് സ്വദേശി ജസ്ന സലീമിനെതിരെ കേസെടുത്തു. ആജ്ഞ രവീന്ദ്രൻ നമുക്കൊപ്പം തുടരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആജ്ഞ, വലിയ വിവാദമായതാണ്. ഒരു മാസം പിന്നിടുന്നതേ ഉള്ളൂ ആ ഒരു റീൽസ് ചിത്രീകരണവുമായി ബന്ധപ്പെട്ട കേസും വിവാദങ്ങളും ഒക്കെ ഒന്ന് മാറിയിട്ട്. അതിന് പിന്നാലെ തന്നെ ഇപ്പോൾ വീണ്ടും വന്നിരിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും അറിയാം. നേരത്തെ ജാസ്മിനുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ഒന്ന് കെട്ടടങ്ങിയിട്ടേ ഉള്ളൂ. അതേസമയം ഇപ്പോൾ വീണ്ടും ഗുരുവായൂർ ക്ഷേത്രത്തിന് പടിഞ്ഞാറേ നടയിൽ അത് റീൽസിന് എന്നുള്ളതല്ല, വീഡിയോ ചിത്രീകരണത്തിന് തന്നെ അനുവദിക്കാത്തൊരു സ്ഥലമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ജസ്നയുടെ നേരത്തെ അതായത് ശ്രീകൃഷ്ണന്റെ ചിത്രവുമായി വരച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ വേറെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഗുരുവായൂരിലെ ഈ ജസ്നയ്ക്ക് ഗുരുവായൂരിൽ നിന്നും ശ്രീകൃഷ്ണ ചിത്രങ്ങൾ വരയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി ഒരു കൺസിഡറേഷൻ, അതായത് ശ്രീകൃഷ്ണ ഭക്ത എന്നുള്ള നിലയിൽ കുറച്ചുകൂടി ഒരു കൺസിഡറേഷൻ കൂടി കിട്ടിയിരുന്നുണ്ട്. ആ ഒരു പരിഗണന മിസ്യൂസ് ചെയ്തു എന്നുള്ള ഒരു നിഗമനത്തിലാണ് ദേവസ്വം ബോർഡ്. എന്തായാലും ജസ്ന സലീമിൻ്റേത് ഉൾപ്പെടെ മറ്റൊരു അക്കൗണ്ട് കൂടി അതിനെതിരെ പരാതി നൽകിയിട്ടുണ്ട്, പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ആര്യ, തീർച്ചയായും. ഓക്കെ, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കറിയാം, ഈ ജസ്ന സലീമിനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഗുരുവായൂർ കണ്ണൻ്റെ ചിത്രം വരച്ചതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ ഒരു കാലത്ത് ഉയർന്നു വന്നിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ റീൽസ് ചിത്രീകരണവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കൂടി ജസ്ന സലീം വരുന്നത്. നേരത്തെ യൂട്യൂബർ ജാസ്മിൻ ജാഫർ ഇത്തരത്തിൽ ക്ഷേത്രക്കുളത്തിൽ റീൽസ് ചിത്രീകരിച്ചു എന്നതുമായി ബന്ധപ്പെട്ട് ആ ഒരു വിവാദം ഒഴിയുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതിനു മുൻപ് വീണ്ടും 2 അക്കൗണ്ടുകൾക്കെതിരെ കൂടി നടപടിയെടുക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്.